ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്നുള്ളത് ഇപ്പോഴാണ് വയനാട്ടുകാർക്കും കേരളക്കാർക്കും മനസ്സിലായത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയിപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. അളിയൻ വാദ്രയെ കൂടി പാലക്കാട് മത്സരിപ്പിച്ചാൽ സമ്പൂർണ്ണമായി കേരളത്തിലെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം. നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു, കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലല്ലോ കേന്ദ്രമന്ത്രിയായത്, ഏതോ സംസ്ഥാനത്ത് പോയിട്ട് MP ആയിട്ടല്ലേ. ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമാണുണ്ടായിരുന്നത്? അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോടുണ്ട്. നമസ്കാരം. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ എന്ത് രാഷ്ട്രീയ ചലനങ്ങൾക്കാണ് വഴിവെക്കുക? ഗാന്ധി കുടുംബത്തിന്റെ നിത്യ സാന്നിധ്യമാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ നാം കാണാനിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന ശക്തിയായി അത് മാറുമോ? എങ്കിൽ വയനാട്ടിൽ CPI നേരിടുന്ന വെല്ലുവിളി എന്നതിനപ്പുറം CPMന് അത് സ്വന്തം വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടി വരില്ലേ? BJPക്ക് തെക്കേ ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ സാധ്യത തുറന്നിടുന്ന ജനവിധിയാണ് വന്നത്. BJPയുടെ ആ തെക്കേ ഇന്ത്യൻ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമോ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം? ഈ വിഷയമാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. തരംഗമാകുമോ പ്രിയങ്ക? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല, BJPയിൽ നിന്ന് PR ശിവശങ്കർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഡോക്ടർ G ഗോപകുമാർ എന്നിവർ തത്സമയം ചേരുന്നു. അല്പസമയത്തിനകം CPM നേതാവ് CK ശശീന്ദ്രനും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ PR ശിവശങ്കർ, കേരളത്തിൽ പ്രിയങ്ക ഇനിയിപ്പോൾ വേരുറപ്പിക്കും. 52 വയസ്സേ ആയുള്ളൂ എന്ന് മാത്രവുമല്ല, രാഹുൽ ഗാന്ധിക്ക് അവിടെ തുടർച്ചയായി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രിയങ്ക. അവിടെ തന്നെ ഉണ്ടാകും എന്ന സൂചന നൽകിക്കൊണ്ട് അത് വയനാട്ടിലെ ഒരു MP എന്ന നിലയിൽ മാത്രമാകില്ല, സ്വാഭാവികമായും അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിവെക്കുമെന്ന് BJP കരുതുന്നില്ലേ? വേണു, ഈ സാഹചര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വിലയിരുത്തുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്തരം ഒരു വ്യക്തിയുടെ ഒരു സംസ്ഥാനത്തിലേക്കുള്ള മാറ്റം, അതല്ലെങ്കിൽ ചില ചുവടുമാറ്റങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വാദമുഖം നമുക്ക് ഏതായാലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ 2 സാഹചര്യങ്ങൾ പറയാം. ഒന്ന്, വേണു അടക്കമുള്ള കേരളത്തിലെ ചാനലുകൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ശ്രീ K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം അത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആകെ ഒരു വലിയ വ്യത്യാസമുണ്ടാക്കുന്നു, കേരളത്തിലും പ്രത്യേകിച്ച് തൃശ്ശൂരും എല്ലാം വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള വ്യാപകമായ പ്രചരണം UDF ക്യാമ്പുകളേക്കാൾ കൂടുതൽ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ നടത്തിയ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തെ നമുക്കറിയാം. പക്ഷെ അതെങ്ങനെ അവസാനിച്ചു എന്ന് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു നരേഷൻ അതെപ്പോഴും UDFന് അനുകൂലമായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ഗാന്ധി കുടുംബങ്ങൾക്ക് അനുകൂലമായ ഒരു നരേഷൻ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുവെ ദൃശ്യ പത്രമാധ്യമങ്ങളും UDFും വിജയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രത്യേകതരം ഒരു കാൽക്കുലേഷനാണ് ശ്രീ പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയം കൈവരിക്കുമെന്നുള്ള ഒരു നരേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്യാമ്പയിന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യമുണ്ടാകുന്നു. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ നമുക്കറിയാം എല്ലാ ചാനലുകളും അതുപോലെ തന്നെ 2 മുന്നണികളും ഒരുപോലെ മുന്നോട്ട് വെച്ചതാണ് മണിപ്പൂർ വിഷയം. നമുക്കറിയാം മണിപ്പൂർ വിഷയത്തിലൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും ദുരാരോപണങ്ങളും എല്ലാം നമുക്കറിയാം. ഇപ്പോൾ നോക്കൂ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതായാലും ഉറപ്പിച്ച് കഴിയും കേരളത്തിലെ തൃശ്ശൂരും അതുപോലെ തന്നെ ആലപ്പുഴയും ആറ്റിങ്ങലും തിരുവനന്തപുരത്തുമെല്ലാം ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണമോ അല്ലെങ്കിൽ BJPക്ക് ന്യൂനപക്ഷ വോട്ട് ഒന്നും കിട്ടിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ വോട്ട് അതിപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപിക്കും മാത്രമല്ല മറ്റുള്ള വിജയിക്കാത്ത രണ്ടാമത് നിന്ന ശ്രീ V മുരളീധരനും അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും മറ്റുള്ള തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരനും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കൊണ്ടൊന്നും യഥാർത്ഥ സത്യാവസ്ഥയെ മറയ്ക്കാൻ കഴിയുന്നില്ല. ശ്രീ സുരേഷ് ഗോപിക്ക് അതേപോലെ എനിക്ക് തോന്നുന്ന ചാവക്കാടെയും അതുപോലെ തന്നെ ഒരുമയൂരൊക്കെ ഉള്ള മുസ്ലിം വോട്ട് പോലും ധാരാളം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമായ അജണ്ടയിൽ കൊത്തുന്നതല്ല കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ പോലും എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ശ്രീ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം. എന്ത് രാഷ്ട്രീയ വ്യത്യാസമാണ് കേരളത്തിലുണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയമായി വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ ശ്രീ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് ഇവിടെ വിജയിക്കാനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചേക്കാം. പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ അതിന് ശേഷമുള്ള മറ്റു തിരഞ്ഞെടുപ്പുകളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധരാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തെ പല മാധ്യമങ്ങളും അതേപോലെ നമ്മളെപ്പോലുള്ള ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ആങ്കർമാരും എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി യഥാർത്ഥ രാഷ്ട്രീയം മനസ്സിലാക്കുവാനും അവർക്ക് ഗുണമുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ നാടിന് ഗുണമുള്ള പൊളിറ്റിക്സ് അത് മനസ്സിലാക്കാനും കഴിയുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശ്രീ പ്രിയങ്ക ഗാന്ധി വന്നാൽ തന്നെ ഞാൻ ഇപ്പോഴും വരുമെന്ന് വിശ്വസിക്കുന്നില്ല. അത് ഞാൻ ബാക്കിയുള്ള ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം. അല്ല, ഇനിയിപ്പോൾ വരില്ല എന്നെങ്ങനെയാണ് കരുതുന്നത്? അല്ല, ഞാനത് എൻ്റെ ഒരു അസംഷനാണ്. അവർക്ക് വന്നു കഴിഞ്ഞാൽ ഞാനത് 2 മിനിറ്റ് കൊണ്ട് എടുക്കുന്നു. ഒരു സ്ഥാനാർത്ഥി അവരുടെ സ്വത്തുകൾ പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ വ്യക്തിപരമായ സ്വത്ത് മാത്രമല്ല അവരുടെ ഭർത്താവിൻ്റെ സ്വത്ത് കൂടി പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അത് മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകും. നമുക്കറിയാം വധേരയുടെ മാത്രം സ്വത്തല്ല. നമുക്ക് ഇപ്പോൾ EDയുടെ 2005-2006 ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 486 ഏക്കറിൻ്റെ ഒരു വലിയ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കേരളത്തിലെ തന്നെ CC തമ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പ്രിയങ്കയുടെ പേരിലും അമേരിക്കയിലും ദുബായിലുമുള്ള ഫ്ലാറ്റ്, അതായത് ലണ്ടനിലെ ബ്രിയാൻഷൻ സ്ക്വയർ 12 ബ്രിയാൻഷൻ സ്ക്വയർ എന്നുള്ള സ്ഥലത്തുള്ള ഫ്ലാറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞത്, ഇതെല്ലാം നമ്മൾ പണ്ട് ചർച്ച ചെയ്തതാണ്. ഞാൻ വിശ്വസിക്കുന്നു വേണുവിനൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത്തരം സ്വത്തുകളെയൊക്കെ അതിനകത്ത് വെളിപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര ഭീമമായ സ്വത്ത് വെളിപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയുള്ള EDയുടെ ആരോപണങ്ങൾ അന്ന് ശരിയായി മാറുമോ? അത്തരത്തിലുള്ള അന്വേഷണങ്ങളും അതിൻ്റെ ധാരാളം ഡീറ്റെയിലേക്കും പോകേണ്ടി വരും. കേരളത്തിലെ തന്നെ എനിക്കറിയാം, ഇപ്പോൾ കോളനി എന്ന് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ, കേരളത്തിലെ ഒരു HIG പനമ്പള്ളിയാറിലൊരു കോളനിയിലെ ഒരു വീട്ടിൽ 2 മുറി വീട്ടിൽ ഏതാണ്ട് 45ഓളം കമ്പനികളുടെ ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് ഏതാണ്ട് 500ഓളം ഏക്കർ സ്ഥലം വാങ്ങിയ കമ്പനിയുമായിട്ട് ഇവർക്കുള്ള ബന്ധം, ഇതെല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എനിക്ക് സംശയമാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ഇലക്ഷന്റെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒന്നാമതായി നമുക്ക് ഈ പ്രിയങ്ക ഫാക്ടർ എടുക്കാം. ഇവിടെ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണം എന്ന നിർബന്ധ ബുദ്ധി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ എന്തിന്? നോക്കൂ, ഞാൻ അതിലേക്ക് വരാം. ഈ പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്ത് തന്നെ തുടങ്ങുന്നതല്ലേ നല്ലത്. ശ്രീ ശിവശങ്കർ പിന്നെ പനമ്പള്ളി നഗറിലെ ഏതോ വീട്ടിൽ 45 ഓഫീസിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസുകളുടെ അഡ്രസ്സ് അടുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ശ്രീ ശിവശങ്കർ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിച്ച ഒരു MP പോണ്ടിച്ചേരിയിലെ ഒരു മുറിയിൽ രജിസ്റ്റർ ചെയ്ത അവിടെ നിന്ന് ആഡംബര കാർ വാങ്ങുകയും അതിൽ നികുതി വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇത് തുടങ്ങുന്നത് നമുക്ക് ബോധ്യമായല്ലോ. ഏതായാലും വരട്ടെ, സ്ഥാനാർത്ഥിയാവുമ്പോൾ അവർ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഡിക്ലറേഷൻ ഉണ്ടാകും. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ നേരിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ തന്നെ നെഗറ്റീവ് പൊളിറ്റിക്സ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ശിവശങ്കറിനെ പോലെ മാന്യമായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഇവിടെ 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചു. അദ്ദേഹം അമേത്തിയിൽ മത്സരിച്ചിരുന്നു. ഇവിടെ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. 2024 അദ്ദേഹം 2 സീറ്റിൽ മത്സരിച്ചു. 2 സീറ്റിലും ജയിച്ചു. 1 സീറ്റ് ഒഴിയേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ വയനാടിനെ കൈയൊഴിയില്ല, ഇതെൻ്റെ കുടുംബം പോലെയാണ്, എൻ്റെ വയനാടുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി. ഇപ്പോൾ ആ സീറ്റ് ഒഴിയേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിലുണ്ടായിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കൂടി തന്നെ ദേശീയ തലത്തിൽ ഇവർ പറയുന്നത് എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നില്ല എന്ന് ചോദിക്കുകയും ഉത്തരേന്ത്യയിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ദക്ഷിണേന്ത്യയിലെ സീറ്റ് ഒഴിയുമ്പോൾ അതും ബാധകമാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്താലും അതിൽ ഒരു കുറ്റം കണ്ടെത്താൻ നിൽക്കുന്ന BJP നിങ്ങൾ നന്നാവാത്തത് ഇതുകൊണ്ടാണ്. നിങ്ങൾ നന്നാവാത്തതും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പുറകെ പോയ നമ്മുടെ സ്മൃതി ഇറാനിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഈ അവസരത്തിൽ നമുക്ക് വീണ്ടും സമയമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഏതായാലും
അത്തരത്തിൽ അവർ ഹിന്ദി ഹൃദയഭൂവിലുള്ള സീറ്റ് റിട്ടേൺ ചെയ്തുകൊണ്ട് വയനാട് ഒഴിയാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം ഒഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ഒരു കുടുംബമായിട്ടാണ് ഞാൻ വയനാടിനെ കാണുന്നത്. അദ്ദേഹം അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ മമത കൂടി നിലനിർത്തത്തക്കവണ്ണം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് 2004 മുതൽ 2004 തെരഞ്ഞെടുപ്പിൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായി വന്നത്, ആ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം നിരവധി തവണ AICCയുടെ ജനറൽ സെക്രട്ടറിയായി, AICCയുടെ ഈ ഉത്തർപ്രദേശിൽ തന്നെ ചുമതല ഏറ്റെടുത്ത് വഹിച്ചു. പലപ്പോഴും അവർക്ക് മത്സരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോഴും ആ അവസരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് സംഘടനാ പ്രവർത്തനമാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് നോക്കൂ, പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇതൊക്കെ ശരിയാണ്. ഇനി അങ്ങനെ അല്ലാതെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി, ഇപ്പൊ നേരത്തെ അങ്ങ് 2019 കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു. അമേഠിയിൽ രാഹുലിനെ തോൽപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് നിങ്ങൾ കാലയെ കൂട്ടി കണ്ടുകൊണ്ട് എടുത്തൊരു തീരുമാനമാണ് വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ്. അത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതല്ലാതെ ഈ പ്രസ്ഥാനം ഒന്നടങ്കം തൂത്തെറിയപ്പെട്ടല്ലോ 77-ൽ. അപ്പോഴും തെക്കേ ഇന്ത്യ, അതിൽ തന്നെ പ്രത്യേകിച്ച് കേരളം കൂടെ നിന്നിട്ടുണ്ട് അല്ലേ? അത് അവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ ഒന്ന് മത്സരിച്ചിട്ടുമല്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണോ കേരളം പിന്തുണച്ചിട്ടുള്ളത് എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ശിവശങ്കർ പറയുന്ന പോലെ അതിപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ഒറ്റ വിജയം വെച്ചുകൊണ്ട് ലഘൂകരിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇനിയിപ്പോൾ വയനാടുമായി രാഹുലിന് വൈകാരിക ബന്ധമുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിന്ന് ജയിച്ചാലും ആ വൈകാരിക ബന്ധം നിലനിർത്താൻ കഴിയും. പ്രിയങ്കയിലൂടെ, രക്തബന്ധത്തിലൂടെ മാത്രമല്ലല്ലോ ഈ രാഷ്ട്രീയമായ വൈകാരിക ബന്ധം നിലനിർത്താൻ കഴിയുക. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ വികാരത്തിന് രാഷ്ട്രീയ വികാരമെന്നാണ് പറയുന്നതും. അതുകൊണ്ട് കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളുടെ പങ്കാളിത്തത്തോടെ അത് സാധ്യതമാകുമെന്ന് കരുതുകയും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് വളരെ പർട്ടിക്കുലറായി പ്രിയങ്ക തന്നെ വരട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഇവിടെ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ 2004 മുതൽ പ്രിയങ്ക ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്, മത്സരിക്കാനല്ലെങ്കിലും. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഗാന്ധി കുടുംബത്തിലെ ഒരംഗം രാഷ്ട്രീയമായ ആദ്യത്തെ ചുവടുവയ്പ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ആദ്യ ചുവടുവയ്പ് നടത്താൻ കേരളം തിരഞ്ഞെടുത്തിട്ടില്ല. എന്തുകൊണ്ടിപ്പോൾ? അല്ല, അതൊക്കെ സ്വാഭാവികമായും വന്നുപെട്ടതാണ്. അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവർക്ക് 2024 തന്നെ മത്സരിക്കാമായിരുന്നു. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നു. അവർ വേണ്ട എന്ന് കരുതി മാറി നിന്നാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പിന്നെ അമേത്തിയിലെയും അതുപോലെ റായ്ബറിലെയൊക്കെ സീറ്റുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും ആ ചർച്ചയുടെ ഭാഗമായിട്ട് അവർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമെടുക്കുകയും അവർ മാറി നിന്നതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും അവസാനം വയനാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരെ സംബന്ധിച്ച് AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയിലെ അംഗമെന്ന നിലയിൽ അവരെ തന്നെ ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം വന്നതോടുകൂടി തന്നെ നോക്കൂ, അതിൻ്റെ ബാക്കി പത്രമായി സാന്ദർഭികമായി വന്നുപെട്ടതാണ് അവരുടെ അരങ്ങേറ്റം കേരളത്തിൽ വന്നു എന്നുള്ളത്. തെക്കേ ഇന്ത്യയിൽ എത്രയോ തവണ മത്സരിച്ച ശ്രീമതി ജ്യോതി അങ്ങനെ പറഞ്ഞു പോകരുത് ജ്യോതി. അത് അങ്ങനെയല്ല. അല്ലല്ല, ഒരു സെക്കൻഡ്. ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരേ ഒരു സ്ഥലമായിരിക്കുമോ അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വയനാട്? അങ്ങനെയാണോ? അല്ല. അപ്പൊ പിന്നെ എന്തിനാണ് പ്രിയങ്ക ഇവിടെ തന്നെ ഉണ്ടാകാം? പാർലമെന്റിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർലമെന്റിലെ അങ്ങനെയല്ല, പാർലമെന്റിലെ മറ്റൊരു സീറ്റിലേക്കും ഇനി ആരെങ്കിലും രാജിവെച്ചാൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പുള്ളൂ. അപ്പോൾ പാർലമെന്റിലെ 545 സീറ്റിലേക്കും ഇലക്ഷൻ നടന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അവിടെ എല്ലാം റിസൾട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വയനാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യേക മമതയുണ്ട് ആ സീറ്റിനോട്. നോക്കൂ, ആ കോൺസ്റ്റിറ്റ്യുവൻസി ഫോം ചെയ്ത അന്ന് മുതൽ അവിടെ UDF മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ, കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് ശബരിമല വിഷയവും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും. പ്രിയങ്ക എന്തുകൊണ്ട് ഇവിടെ വരണം എന്നതിനകത്തൊരു രാഷ്ട്രീയ വിശദീകരണം ഉണ്ടല്ലോ, അത് നിങ്ങൾ നൽകണമല്ലോ. അതെന്താണ്? പ്രിയങ്ക എന്തുകൊണ്ട് ഇവിടെ വന്നുകൂടാ എന്നതിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? എന്തുകൊണ്ട് പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ മത്സരിച്ചുകൂടാ? അങ്ങനെയല്ല, ഞാൻ അതിനെ തള്ളി പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. നിങ്ങളത് വിശദീകരിക്കണമെന്നാണ്, രാഷ്ട്രീയമായി വിശദീകരിക്കണം. അതായത് നിങ്ങൾ ഒന്നടങ്കം വടക്കേന്ത്യയിൽ നിന്ന് തൂത്തെറിയപ്പെട്ടപ്പോഴും ഇവിടെ പിന്തുണച്ചിട്ടുള്ള ഒരു നാടാണ് ഈ കേരളം. ഇവിടെ ആരെങ്കിലും മത്സരിച്ചിട്ടല്ല അത് ഉറപ്പാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടം വൈകാരിക ബന്ധം. അല്ല, ഒരു സെക്കൻഡ്. വൈകാരിക ബന്ധമാണെങ്കിൽ ഇത് രാഷ്ട്രീയ വികാരമാണ്. അത് കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാൽ മാത്രം നിറവേറ്റപ്പെടുമെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തെയാണ് തള്ളിക്കളയുന്നത്. കുടുംബത്തെയാണ് രാഷ്ട്രീയത്തെക്കാൾ വിശ്വസിക്കുന്നത് എന്നായി പോകും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നല്ല രാഷ്ട്രീയ സാധുതയോടെ ഇത് വിശദീകരിക്കൂ. എന്തിനു വയനാട്ടിൽ പ്രിയങ്ക ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി വരണം? അല്ല, നോക്കൂ, അവിടെ രണ്ട് കാരണങ്ങൾ, താങ്കൾ ഈ പറഞ്ഞ രണ്ട് കാരണവും ശരിയാണ്.
അവിടെ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബം പോലെ പരിലാളിച്ചിരുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തിൻ്റെ ലെഗസി നിലനിർത്തേണ്ടതുണ്ട്. നെഹ്റു കുടുംബത്തോളം അത്രത്തോളം ആ ലെഗസി നിലനിർത്താൻ മറ്റൊരാളില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയമായും ആ കുടുംബത്തിന് ആ മണ്ഡലത്തോടുള്ള വ്യക്തിപരമായ അടുപ്പവും ഒരേപോലെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ ഇപ്പോൾ ഉണ്ട്. ആ കാലാവസ്ഥ കൂടുതൽ വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടും അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കടപ്പാട്, ആ നിയോജക മണ്ഡലത്തിനോടുള്ളൊരു കടപ്പാട് കൂടി കൃത്യമായും കോൺഗ്രസും UDF-ഉം ശ്രീ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കൃത്യമായും അത് ഇതിനേക്കാൾ ആപ്റ്റായിട്ടൊരു സ്ഥാനാർത്ഥിയെ വയനാട്ടിലേക്ക് ഫീൽഡ് ചെയ്യാനില്ല എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രാഹുൽ ഗാന്ധിയോളം പോകുന്ന ഒരു നേതാവിനെ തന്നെ അവിടത്തേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ ആ മണ്ഡലത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയോട് കാണിച്ചിട്ടുള്ള നന്ദി, സ്നേഹം, ആ സ്നേഹത്തിനുള്ള നന്ദിയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. ആ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ആ മണ്ഡലത്തിലുള്ള ഞങ്ങളുടെ അടുപ്പം, ആ മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ മണ്ഡലത്തിലൂടെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഇനി ഒരു കാര്യം കൂടി, ഇപ്പോ ഈ ശിവശങ്കർ പറഞ്ഞതിൽ അങ്ങനെ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാകാൻ കഴിയുന്ന രൂപത്തിലാണോ ഈ പ്രിയങ്കയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം? ഇപ്പോൾ ഈ വീണയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങളാണ് നിങ്ങൾ തിരികൊളുത്തിയത്? മുഹമ്മദ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതാണ് ശിവശങ്കറും ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതേ പ്രതിപക്ഷ നിങ്ങളുടെ അതേ യുക്തിയാണ് ശിവശങ്കറും ഉപയോഗിക്കുന്നത്. അതിനുള്ള മറുപടി നോക്കൂ, ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി അതിനോടൊപ്പം ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് വേണുവിന് അറിയാവുന്നതുപോലെ ശ്രീ ശിവശങ്കറിനും അറിയാം. ആ സ്ഥാനാർത്ഥിയുടെ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷന് സാധുതമാകുന്ന എന്തെങ്കിലും ആ കണ്ടന്റിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എതിർ സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാണിക്കാമല്ലോ. അവിടെ വെച്ച് തന്നെ ആ നോമിനേഷൻ റിജക്ട് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് എന്താ ശിവശങ്കറിനോട് പറയാനുള്ളത്? ഒരു ഭീഷണിയുടെ സന്ദേശമാണുള്ളത്. അതെ, എനിക്ക് മനസ്സിലായിരുന്നേ. ആ ഭീഷണിയൊക്കെ ഇതൊക്കെ ഒത്തിരി കണ്ടതാണല്ലോ. ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും അതുപോലെ തന്നെ റോബർട്ട് വദ്രയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ദേശീയ അന്വേഷണ ഏജൻസികൾ എന്തൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടും എന്തെങ്കിലും നടന്നോ? ഇതുവരെ എന്തെങ്കിലും നടന്നോ? അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനിയും ഞങ്ങൾ അതൊക്കെ ഉപയോഗിക്കും, ഇനിയും ഞങ്ങൾ അത്തരത്തിലുള്ള വിരട്ടലുകളുമായി രംഗത്ത് വരും എന്നുള്ളത് ഇപ്പോഴും പഠിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നത് എന്താ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം മാത്രം ഞാൻ ആവർത്തിക്കാം. യഥാർത്ഥ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരാണ് കേരളീയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. യഥാർത്ഥ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരാണ് ഇന്ത്യക്കാർ. നാടിനെ മനസ്സിലാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. ആ നാടിന് രാജ്യത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ 400 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പോയ നിങ്ങൾ തട്ടിമുട്ടി അപ്പുറത്ത് കടന്നു കൂടിയിരിക്കുന്നത് എന്ന കാര്യം താങ്കൾ മറക്കരുത്. അതിൽ നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ എത്ര ഭൂരിപക്ഷമുണ്ട് എന്ന് താങ്കൾ മറക്കരുത്. സ്മൃതി ഇറാനി പരാജയപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ മറക്കരുത്. അയോധ്യയിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടതിനെ കുറിച്ച് മറക്കരുത്. അപ്പോൾ ആ രാഷ്ട്രീയമെല്ലാം നിലനിൽക്കുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണിയുമായിട്ടൊന്നും ശിവശങ്കർമാർ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഞാൻ വളരെ സ്നേഹബുദ്ധിയ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെ ഒത്തിരി കണ്ടതാണ്. ആ വിരട്ടലും അഭ്യാസവും ഒന്നും ഒരു തരത്തിലും ഇങ്ങോട്ട് വേണ്ട. അത് 8 മടക്കി പോക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ് BJPയെ സംബന്ധിച്ച് നല്ലത്. നിങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇനി കണ്ടറിയാത്ത പിള്ള കൊണ്ടറിയും എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. ശരി, ശ്രീ CK ശശീന്ദ്രൻ, ഇവിടെ ഇപ്പോൾ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്, പാലക്കാടും ചേലക്കരയിലുമെല്ലാം ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് CPIയെ മാത്രം ബാധിക്കുന്ന ഒരു വെല്ലുവിളിയല്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗാന്ധി കുടുംബമാണ്, വയനാട്ടിലേക്ക് മാത്രമായി അത് പരിമിതപ്പെടുന്നില്ല. നിങ്ങളുടെ തന്നെ രാഷ്ട്രീയ വിലയിരുത്തലുണ്ട്. രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര ഏകപക്ഷീയമായ വിജയം UDF-നും കോൺഗ്രസിനും അനുകൂലമാകുന്നത് എന്ന്. അത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമായ ഐക്യപ്പെടൽ കൂടെയാണ്. ഇപ്പോൾ രാഹുൽ പറയുന്നുണ്ടായിരുന്നല്ലോ, കോൺഗ്രസ്സുകാർ മാത്രമല്ല എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ ഒരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രതിഭാസമായി മാറുന്നു. അതിൻ്റെ ആഘാതശേഷി നിങ്ങൾ വിലയിരുത്തിയിട്ടുമുള്ളതാണ്. പ്രിയങ്കയെ സംബന്ധിച്ചും അത് ഘടകമാകില്ലേ? അങ്ങനെ വരുമ്പോൾ വയനാട്ടിൽ ഒതുങ്ങുന്നതല്ല നിങ്ങളിപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്ന വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടോ? വയനാട്ടിൽ ലോക്സഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയണം. അതാണ് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം. ലോക്സഭയിലേക്ക് പല ഘട്ടങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെക്കാൾ പലവിധ കാരണങ്ങളാൽ UDF ആണ് മുന്നിൽ വന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പല ഘട്ടങ്ങളിലും വളരെ അപൂർവമായ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഒരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് കിടക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് LDF നല്ല വിജയം ഉണ്ടായല്ലോ. ഇവിടെ വിഷയം വയനാടുമായി ബന്ധപ്പെട്ട് 2019 അമേത്തിയിലും വയനാടും ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുകയുണ്ടായി. അമേത്തിയിൽ പരാജയപ്പെട്ടു, വയനാട്ടിൽ ജയിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രതിസന്ധി ഉയർന്നു വന്നപ്പോൾ വയനാട് അദ്ദേഹത്തെ തുണച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. 2024 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF എന്ന നിലക്ക് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതൃത്വത്തോടും പരസ്യമായൊരു കാര്യം ചോദിച്ചിരുന്നു. 2019 നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം 2024 2024 സാഹചര്യം BJPയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം. അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിനും മതേതരം സംരക്ഷിക്കുന്നതിനും അത്യാവശ്യമാണ്. അതുകൊണ്ട് BJP വിരുദ്ധ ചിന്താഗതിക്കാരായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നു. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് BJPയെ പരാജയപ്പെടുത്താനല്ല, അത് നല്ല സന്ദേശമല്ല നൽകുക എന്ന രാഷ്ട്രീയ വിമർശനം ഞങ്ങൾക്കുള്ളത്. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം, ഒന്നിലേറെ സീറ്റിലും മത്സരിക്കാം, അതൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിക്കേണ്ടത്. അങ്ങനെ റായ്ബറേലിയും മത്സരിച്ചു, ഇവിടെയും മത്സരിച്ചു, 2 സ്ഥലത്തും ജയിച്ചു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച ജനതയാണോ കൈവിടേണ്ടത്? അനാവശ്യമായ ഒരു വിമർശനം. ഇപ്പം പ്രിയങ്ക ഗാന്ധി റായ്ബറേലി അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം ഞങ്ങൾ പറയുന്നത്, അല്ലാണ്ട് കോൺഗ്രസിന് തീരുമാനം എടുക്കാനുള്ള ഞങ്ങൾക്ക് അവകാശമൊന്നുമില്ല, ഞങ്ങളത് പറയുന്നുമില്ല. ശ്രീ CK ശശീന്ദ്രൻ, നിങ്ങൾ നേരത്തെ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് നേർക്കുനേർ BJPയെ ഏറ്റുമുട്ടാൻ വിമുഖത കാണിക്കുന്നു എന്നാണ്. നേർക്കുനേർ BJPയെ ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടിയ സ്ഥലത്ത് തുടരാൻ തീരുമാനിക്കുന്നു, പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ ഈ പറയുന്ന വയനാട്ടിൽ നിൽക്കണമെന്നാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്? അല്ലല്ല, ഞാൻ പറയുന്നത് ഞാൻ വയനാട്ടിൽ നിൽക്കണോ വേണ്ടത് അവരെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ഒരു രാഹുൽ ഗാന്ധി റായ്ബറേലിയും കൂടി മത്സരിക്കുന്നുവെന്ന് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ പറയാനുള്ള ധാർമ്മികത അദ്ദേഹത്തിനുണ്ട്. അത് ധാർമ്മികതയുടെ പ്രശ്നമല്ല ശ്രീ CK ശശീന്ദ്രൻ, അത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അത് ജനങ്ങൾക്കെതിരെയല്ല, അത് BJPക്കെതിരെയുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. അതല്ല, വയനാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. സുതാര്യമായിരിക്കണം, ജനാധിപത്യപരമായിരിക്കണം. അങ്ങനെയുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു കാലത്തല്ലല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ഞങ്ങൾ വിമർശിച്ചു. അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ കാലത്തല്ലോ നിങ്ങൾ. രാഷ്ട്രീയത്തെയാണ്. അല്ല, ഒരു സെക്കൻഡ് ബംഗാളിൽ നിങ്ങൾ BJPക്കെതിരെ അല്ലല്ലോ നിൽക്കുന്നത്. ബംഗാളിൽ നിങ്ങളും കോൺഗ്രസുമായുള്ള സഖ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഖ്യ എതിരാളിയായി കാണുന്നത് തൃണമൂലിനെ അല്ലേ? അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ പരസ്പരം വൈരികളാവുകയാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഒരു രാഷ്ട്രീയത്തിന് പ്രായോഗികമായ അർത്ഥമുണ്ടാവുക. ഇവിടെ ഇപ്പൊ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരുന്നു. അതെങ്ങനെയാണ് വഞ്ചനയാവുക? ഒരു സെക്കൻഡ് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ശ്രീ CK ശശീന്ദ്രൻ, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ മോദി ഇത് വെളിപ്പെടുത്തിയല്ലോ. മോദി പറയുകയുണ്ടായല്ലോ രാഹുൽ അവിടെ മാത്രമായിരിക്കില്ല മത്സരിക്കുക, സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് കയറിയായിരിക്കും വരാൻ പോകുന്നത്, മറ്റു പലരും ആ വഴി സ്വീകരിക്കും. അപ്പോൾ വോട്ടർമാർക്ക് അതങ്ങ് കേട്ടാ പോരെ? അങ്ങനെയല്ല വേണു. ആരെവിടെ മത്സരിക്കണം തീരുമാനിക്കാനുള്ള അവകാശമെല്ലാം കോൺഗ്രസിൻ്റെതാണ്. ആ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ആ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിനെയല്ല ചോദ്യം ചെയ്യുന്നത്. ഒരുമിച്ചിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ രാഷ്ട്രീയ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങളോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല. 2 സ്ഥലത്ത് മത്സരിക്കാനുള്ള അവകാശം രാഹുൽ ഗാന്ധിക്കുണ്ട്, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കുണ്ട്. അതിനൊന്നും ഞങ്ങൾ കോൺഗ്രസിലെ ഐക്യം എങ്ങനെ പോയി എന്നാണ് ഈ വിഷയത്തിൽ താങ്കൾ പറയുന്നത്? കോൺഗ്രസിലെ ഐക്യമല്ല, ഇടത് മുന്നണി ഇന്ത്യ എന്ന രാഷ്ട്രീയ കൂട്ടായ്മയുടെ പൊതു സന്ദേശത്തിന് യോജിക്കുന്ന ഒരു തീരുമാനമല്ല എടുത്തതെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അത് കോൺഗ്രസിന് ആ തീരുമാനം എടുക്കുക. ആ തീരുമാനത്തോടെ ഞങ്ങൾക്ക് യോജിപ്പുള്ളൂ. കേരളത്തിൽ പൊതുവെ UDFന് കഴിഞ്ഞ CK ശശീന്ദ്രൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ആദ്യമേ രാഹുൽ ഗാന്ധി പറയുന്നില്ല, അതൊരു കള്ളത്തരമാണെന്ന് പറയുന്നു. അത് കള്ളത്തരമല്ല, അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. ഇപ്പോൾ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ യാദൃച്ഛ്യമായി താങ്കൾ കാണുന്നുണ്ടോ? 7 ഘട്ടങ്ങളിലും ഈ പറയുന്ന UP ഉൾപ്പെടുന്നത് യാദൃച്ഛ്യമായി താങ്കൾ കാണുന്നുണ്ടോ? ഇപ്പോൾ ഒറ്റ ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വലിയ സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ അല്ലാതെ ഈ 7 ഘട്ടമായി ഇത് നീട്ടിവെക്കുന്നത് ബംഗാളും UPയും എല്ലാ ഘട്ടങ്ങളിലും ഉൾപ്പെടുന്നത് യാദൃച്ഛ്യമാണെന്ന് അങ്ങ് കാണുന്നുണ്ടോ? പ്രധാനമന്ത്രിക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് യാത്ര ചെയ്ത് എല്ലായിടവും എത്താൻ കഴിയുക? ആ രൂപത്തിലാണ് പല ഘട്ടങ്ങളും ഇടവേളകൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അങ്ങ് സംശയിക്കാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ തന്ത്രപരമായ നീക്കങ്ങളാണ്. ആ തന്ത്രത്തെ കുതന്ത്രമായി മാറുന്ന അതിനെ തന്ത്രപരമായി തന്നെ രാഹുൽ നേരിടും. അതിനകത്ത് ഒരു തർക്കവുമില്ല. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇന്ത്യ സഖ്യം വന്നപ്പോൾ രാഹുലോട് മത്സരിക്കരുതായിരുന്നു എന്ന്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പരമപ്രധാനം.
ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ധാരണയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ സഹായിക്കുക എന്നതാണ്. അത് സ്വയം കുരുതി കൊടുത്തുകൊണ്ടല്ല. അപ്പോൾ ആ രൂപത്തിലാണ് ഇവിടെ ആ മത്സരത്തെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല അവിടെയാണ് വിഷയം. ബി ജെ പിക്കെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടമാണ്. ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള യോജിച്ച രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്തണമെന്നാണ് ഇന്ത്യ എന്ന രാഷ്ട്രീയ കൂട്ടായ്മയുടെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പൊതു സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും ഒരു തെറ്റായ സന്ദേശം നൽകിയെന്ന് ഞങ്ങൾ പറയുന്നത്. മത്സരിക്കാൻ അവകാശമില്ല എന്ന് ഞങ്ങളിവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. മത്സരിക്കാനുള്ള അവകാശം അവർക്ക് ഇന്ത്യയിൽ മുഴുവൻ ബാധകമാകുന്ന ഒരു ഒറ്റ നിലപാടല്ലല്ലോ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പൊ തൃണമൂല് ആ ഘട്ടത്തിൽ അല്ല, ഒരു സെക്കൻഡ്, തൃണമൂൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ഇന്ത്യ സഖ്യത്തിൽ? നിങ്ങൾക്കടക്കം അറിയില്ല. തൃണമൂൽ ഒറ്റയ്ക്കാണ് നിന്നത്. അപ്പോഴും തൃണമൂൽ നേരിട്ടത് BJP ആണ്. അങ്ങനെ ഒരു ഒറ്റയ്ക്ക എന്ന് പറയാനും കഴിയില്ല. ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സർക്കാർ ഉണ്ടാക്കാനുള്ള മുൻകൈ എന്ന് പറയുന്ന ആദ്യത്തെ നിർദ്ദേശം വന്നത് തൃണമൂലിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഘട്ടത്തിൽ ഓരോ സംസ്ഥാനങ്ങളുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വെച്ചുള്ളതാണ്. ഈ വൈജാത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്തത് നിങ്ങൾക്ക് അനുകൂലമായി. നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ തരത്തിൽ വിശ്വസിക്കണം എന്ന നിബന്ധന നിങ്ങൾ വെക്കരുത്, അത്രയേ ഉള്ളൂ. അതല്ലല്ല, ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകതയുണ്ട്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലോ ഉത്തരേന്ത്യയിലോ നേരത്തെ മത്സരിച്ചിരുന്നുവെങ്കിൽ കുറേയും കൂടി നല്ല രാഷ്ട്രീയ സന്ദേശം നൽകുമായിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ അവകാശമില്ല ഞങ്ങൾ പറയുന്നില്ല. ഇപ്പം പ്രിയങ്ക ഗാന്ധി എവിടെ മത്സരിക്കണം തീരുമാനിക്കേണ്ടത് അവരുടെ ഇഷ്ടമാണ്. ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. LDF ശക്തമായ മത്സരം സംഘടിപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഫാക്ടർ പ്രവർത്തിച്ചു എന്നത് സുവ്യക്തമാണ്. വീണ്ടും വയനാട്ടിൽ ഇവിടെ ഒരു രാഹുൽ ഫാക്ടർ 2019-ലും 2024-ലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ്. ഇപ്പോൾ ഒരു പ്രിയങ്ക ഫാക്ടർ കൂടി പ്രവർത്തിക്കും എന്ന് കാണുന്നുണ്ടോ താങ്കൾ കേരള രാഷ്ട്രീയത്തിൽ? കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് തോന്നുന്നില്ല. പക്ഷേ രാഹുൽ ഫാക്ടറായാലും പ്രിയങ്ക ഫാക്ടറായാലും അത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടാണെന്ന് കരുതേണ്ട കാര്യമൊന്നുമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി നിന്നു, അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു. അപ്പോൾ അവിടെ അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡൈമെൻഷൻ ഒന്ന് വ്യത്യാസമുണ്ട്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് വിലയിരുത്താൻ പറ്റുന്നൊരവസരമായിട്ടാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുന്നത്. 2 കൊല്ലം അകലെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടാകും എന്ന് പറയാൻ ആയിട്ടില്ല. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ അവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു കുടുംബത്തിലെയാണ്. അതിന് പ്രത്യേക വ്യത്യാസങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നേരത്തെ രണ്ടുപേരിൽ ആര് ആദ്യം നിന്നാലും അതിൻ്റെ എഫക്റ്റ് കോമൺ ആണ്. അതിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരേ എഫക്റ്റാണ് വരുന്നത്. പക്ഷേ അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ് വേറെ ആയതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണമായി ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ പ്രിയങ്കയൊന്നും ആയിരിക്കുമല്ലോ ഡിസ്കഷനിൽ വരാൻ പോകുന്നത്. അവിടെ വരാൻ പോകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെയും തുടർച്ചയായിട്ടുള്ള 10 വർഷത്തെയും ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്. ഡോക്ടർ ഗോപകുമാർ, ഉപതെരഞ്ഞെടുപ്പ് കൂടെ വരുന്നുണ്ട്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടെ വരുന്നുണ്ട്. അതെ, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് അതിൻ്റേതായ സ്റ്റേറ്റ് പൊളിറ്റിക്സേ വരത്തുള്ളൂ. അതിന് പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ പ്രാമുഖ്യമേ വരത്തുള്ളൂ. കഴിഞ്ഞ 2019 നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് രാഹുൽ തരംഗം ഉണ്ടാക്കിയ ഒരു ഫാക്ടർ ദേശീയ തലത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷ കേരളത്തിൽ ഒരുപാട് പേർക്കുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ആ വിശ്വാസമുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അസംബ്ലിയിൽ കേരളത്തിലെ ജനങ്ങൾ രണ്ടായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഒരേ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും അസംബ്ലിക്കും പാർലമെൻറ്റും വ്യത്യസ്തമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് പ്രത്യേകിച്ച് അതിലൊരു വലിയൊരു ഫാക്ടർ കാണേണ്ട കാര്യമില്ല. പക്ഷേ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നൽകുകയും അവർക്കത് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഒരു ധൈര്യം കിട്ടുകയും ചെയ്യും. കാരണം ദേശീയ നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നു. അത് നമ്മുടെ സംസ്ഥാനത്ത് വന്ന് നിൽക്കാൻ പോകുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിൽക്കാതെ സൗത്ത് ഇന്ത്യയിൽ നിൽക്കുന്നു, കേരളത്തെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള സാഹചര്യം വരുമ്പോൾ അതിന് തീർച്ചയായിട്ടും പാർട്ടി അണികൾക്കും സംഘടനയിൽ നിൽക്കുന്നവർക്കും നേതൃത്വത്തിനും
തീർച്ചയായിട്ടും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്റ്റേറ്റ് അവേ പോപ്പുലർ പൊളിറ്റിക്സിലേക്ക്, ജനകീയ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, അത് പോപ്പുലർ പൊളിറ്റിക്സിൽ വരുമ്പോൾ അതിന് ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരില്ല. കാരണം പ്രത്യേകിച്ച് സ്റ്റേറ്റ് പൊളിറ്റിക്സിൻ്റെ ഇഷ്യൂസ് വേറെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഈ പ്രിയങ്കയുടെ വരവ് സാധ്യമാകുമോ, അതിൽ പല തടസ്സങ്ങളും ഉണ്ടല്ലോ എന്ന് താങ്കൾ നൽകിയ സൂചനയ്ക്ക് ജ്യോതികുമാറിന്റെ മറുപടിയുണ്ട്. അതിലാദ്യം അങ്ങയുടെ പ്രതികരണം. ഒരു വ്യക്തി മാന്യനാണ് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളും അതുപോലെ തന്നെ മുൻപ് നടന്ന ചില സാമ്പത്തിക തട്ടിപ്പുകളുടെ കണക്കുകളും പറയുന്നതിൽ പ്രത്യേകിച്ച് ചാനലിൽ വന്ന് പറയുമ്പോൾ പറയാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കണക്കുകൾ വളരെ കൃത്യമായി, ഞാൻ ഹിന്ദു പത്രത്തിലെ റിപ്പോർട്ടാണ് വായിച്ചത്, അതല്ലാണ്ട് എൻ്റെ വ്യക്തിപരമായ റിപ്പോർട്ടല്ല. ഞാൻ ഹിന്ദു പത്രം എന്ന് പറഞ്ഞാൽ വേണു അടക്കം പലപ്പോഴും കോട്ട് ചെയ്യുന്നൊരു പത്രമായിട്ടാണ്, ഞാൻ എൻ്റെ ജന്മഭൂമിയോ മറ്റുള്ള പത്രമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊക്കെ വന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ വായിച്ചത്, ഈ അഡ്രസ്സും എല്ലാം ഇത് പ്രിയങ്കയ്ക്ക് എങ്ങനെ മത്സരിക്കാൻ തടസ്സമാകുന്ന ഘടകമാകും? എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞില്ല. രണ്ട്, ഇവിടെ പറഞ്ഞ അല്ല, ഞാൻ മത്സരിക്കാൻ ഘടകമാവുന്നല്ല ഞാൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ സ്വത്ത് വകകൾ പറയുമ്പോൾ ഇതെല്ലാം പറയേണ്ടി വന്നാൽ അത് ഇടിക്ക് കൊടുത്ത, അല്ലെങ്കിൽ നേരത്തെ പല ഏജൻസികൾക്കും കൊടുത്ത, അതുപോലെ തന്നെ അവരുടെ പാർട്ട്ണറും കൊടുത്ത പല അഭിപ്രായങ്ങൾക്കും വിരുദ്ധമാകുമോ എന്നതേ എൻ്റെ ചോദ്യമുള്ളൂ. അതല്ലെങ്കിൽ എനിക്ക് 55 കമ്പനി കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ലണ്ടനിൽ 12 ബർക്കിംഗ്ഹാം സ്ട്രീറ്റിൽ ബിയാൻഷൻ സ്ക്വയറിൽ എനിക്ക് വീടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞതിന് തെറ്റാവും. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സാമ്പത്തികമായ ദാരിദ്ര്യാവസ്ഥ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ അത് തിരുവനന്തപുരത്തെ വോട്ടർമാരൊക്കെ വിശ്വസിച്ചില്ലേ ശ്രീ ശിവശങ്കർ? എത്ര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നതെന്ന്. അല്ല, അത് കാരണം അദ്ദേഹത്തിന് 16,000 വോട്ടിൻ്റെ കുറവല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ അവരൊന്നും വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ദളിത് പിന്നോക്കക്കാർ മണിപ്പൂർ വിഷയത്തിൽ ഇത്രയേറെ ശക്തമായി പോരാടിയിട്ടും മാധ്യമങ്ങളടക്കം ഞങ്ങൾ എതിർത്തിട്ടും ക്രിസ്ത്യാനികൾ ഒന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന 3 ലക്ഷത്തി വോട്ട് അവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾ മാത്രം വോട്ട് ചെയ്താണോ? അല്ല, രാജീവ് ചന്ദ്രശേഖർ അല്ല, ഞാൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വരുമാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നു എന്ന കാര്യങ്ങളാണല്ലോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വിശദാംശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കും അങ്ങനെയൊക്കെ പറ്റും. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കും പറയാനുള്ള ഒരു അവസരമായി മാറുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് സന്ദർഭം. അല്ല, ഞാൻ പറയണമെന്ന് ഞാൻ പറയണേ. ഇത് രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, 6,000-60,000 കോടിയുള്ള ആളുകളെ MP-മാരായി പോയിട്ടുണ്ട്. അവർ കൃത്യമായി അവർ ടാക്സ് അടയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ കേസിൽ അവർ വെളിപ്പെടുത്താത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. 2005 മുതൽ ഇത്തരത്തിലുള്ള കേസുകളുണ്ടെന്നും ആ കേസിൽ ഞങ്ങൾക്ക് ആ ഭൂമിയായിട്ട് ബന്ധമില്ല എന്നും, എന്നാൽ പാർട്ട്ണർമാർ അല്ലെങ്കിൽ ഇവരുടെ മറ്റുള്ള ആളുകൾ ഇത്തരം ആസ്തികൾ എൻ്റേതല്ല, അത് ഇന്ന ആളുടേതാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് EDയുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടും ഉണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേരളത്തിലും അത്തരം കേസുകളുണ്ട്. CC തമ്പി എന്നുള്ള ആളുകളൊക്കെ വർഷങ്ങളായിട്ട് കോടതിയിലും ജയിലിലൊക്കെ ആയിരുന്നു എന്നുള്ള ഗൗരവം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൽ ആ കാര്യം ചർച്ച ചെയ്ത് വരും. അതിപ്പോൾ എൻ്റെ മാത്രം കുറ്റമല്ല. അത് CPM ചർച്ച ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ CPI ചർച്ച ചെയ്തില്ലെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. കാരണം അവർക്ക് രാഷ്ട്രീയമായി ഇപ്പോൾ അതിനെ എതിർക്കാൻ പറ്റില്ല. ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞല്ലോ, ഞങ്ങൾ എതിർത്തില്ലെങ്കിൽ. ഒരു സെക്കൻഡ് ശിവശങ്കർ, ആരെതിർത്തിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ 2019 ഭൂരിപക്ഷത്തെക്കാൾ കാര്യമായ കുറവ് 2024 വയനാട്ടിൽ ഉണ്ടായത്? ആരുടെ എതിർപ്പ് ശക്തമായതുകൊണ്ടായിരുന്നു നിങ്ങളുടെ എതിർപ്പോ? അല്ല വേണു, ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞ പ്രസ്താവനയുടെ അർത്ഥം എന്താ? CPI മാറി നിന്നാൽ BJP ഉയർന്നു വരും എന്നല്ലേ അദ്ദേഹം പറഞ്ഞേ? അപ്പൊ എന്റെ ചോദ്യം അങ്ങ് പറയുകയുണ്ടായി CPM-ഉം CPI-യും ഒക്കെ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കുമോ എന്ന്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള റോൾ ഏറ്റെടുത്തത് വയനാട്ടിൽ BJP ആയിരുന്നു, അതോ അങ്ങിപ്പോൾ പരിഹസിക്കുന്ന ഇതൊന്നും പുറത്തു പറയാത്ത രഹസ്യബാന്ധവുമുള്ള CPI-യും CPM-ഉം ആണോ? ഞാൻ അത് CPM ആണ് രണ്ടാമത് വന്നത് എന്ന് തന്നെ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ CPM വേണ്ടത്ര രീതിയിൽ പ്രവർത്തിച്ചോ? അവിടെ വേണ്ട കാൻഡിഡേറ്റാണ് വിട്ടത്, അല്ലെങ്കിൽ അടുത്ത കാൻഡിഡേറ്റിന് അത്തരത്തിലുള്ള കാൻഡിഡേറ്റിനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെയോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേ ആരോപണങ്ങൾ അംഗീകരിക്കുവാനും പ്രവർത്തിക്കാനും ഇവർ തയ്യാറുണ്ടോ? ഇപ്പം ഞാൻ ഈ ആരോപണം ഉന്നയിച്ചപ്പോഴും CPM-ൻ്റെ നേതാക്കൾ ആരും ഇതിനെതിരൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ?
ഞങ്ങൾ ഒരൊക്കെ സഖ്യകക്ഷികൾ തന്നെയാണ്, ഇവർക്ക് മറ്റുള്ള പല പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നിരിക്കൽ തന്നെയും BJP ഉയർന്നു വരരുത് എന്നുള്ള രാഷ്ട്രീയമായ ഒരു ചിന്ത മാത്രമേ ശ്രീ രാഹുലിനെയും അതുപോലെ തന്നെ പ്രിയങ്കയെയും എതിരിടുമ്പോൾ ഇവരുടെ മനസ്സിലുള്ളൂ എന്നാണ് ബിനോയ് വിശ്വസിന്റെ ഈ അല്ല ശ്രീ ശിവശങ്കർ, അത് അടക്കം പറച്ചിലല്ല, അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടാണത്, അത് രഹസ്യം പറച്ചിലല്ല. എന്ന് മാത്രവുമല്ല, നിങ്ങളെപ്പോലെ പറഞ്ഞിട്ടില്ല ഇന്ത്യയെ BJP മുക്തമാക്കുക എന്ന മുദ്രാവാക്യവുമായി CPM-ഓ CPI-യോ കോൺഗ്രസോ ഇന്ത്യ സഖ്യമോ വന്നിട്ടില്ല. നിങ്ങളെ തോൽപ്പിക്കുക എന്നതാണ്, മുക്തമാക്കുക എന്നതല്ല, തോൽപ്പിക്കുക എന്നതാണ് അവർ പറയുന്നത്. അത് രാഷ്ട്രീയ അപജയത്തിന്റെ മുഖമാണ് എന്നേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. എങ്ങനെ രാഷ്ട്രീയ അപജയത്തിന്റെ ഭാഗമാകുമ്പോൾ അത് വിജയിക്കാനല്ല, BJP-യെ തോൽപ്പിക്കുക എന്ന നിലപാട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുത്തുകൂടെ? നിങ്ങൾ കോൺഗ്രസ് മുക്തമാക്കുമെന്നല്ലേ പറയുന്നത്? എന്ന് വെച്ചാൽ പ്രതിപക്ഷ മുക്തമാക്കും, ജനാധിപത്യത്തെ അപകടത്തിൽപ്പെടുത്തും എന്നാണ് പറയുന്നത് അല്ലേ? ആ നിലപാടല്ലല്ലോ എടുക്കേണ്ടത്. ഇവരാരും എടുത്തിരിക്കുന്ന നിലപാട് അതല്ലല്ലോ, നിങ്ങളെ തോൽപ്പിക്കുമെന്നാണ്. വേണു, അതിനേക്കാൾ അപകടകരമല്ലേ ഇത് മൂന്നാമത് നിൽക്കുന്ന വേണു അതിനേക്കാൾ അപകടകരമല്ലേ മൂന്നാമത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ പാർട്ടിയെ? അവരെ ഭയന്നിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുന്നതല്ലേ അതിലും മൗഢ്യം, അതിലും രാഷ്ട്രീയമായ ഭയന്നിട്ടാണ് എന്നതല്ല, രാഷ്ട്രീയ നിലപാട്, നിങ്ങളോടുള്ള രാഷ്ട്രീയ നിലപാട് എന്ത് എന്നത് വ്യക്തമാക്കുകയാണ്. കോൺഗ്രസിനോടുള്ള നിലപാട് എന്താ എന്ന് വ്യക്തമാക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളോടുള്ള രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നതും വ്യക്തമാക്കേണ്ടത്. വേണു ഞാനത് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളരുമെന്ന് ഭയന്നിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടൊരു ഭയമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു അനൗദ്യോഗിക സഖ്യമാണല്ലോ. ഏറ്റവും ശക്തമായി സഖ്യകക്ഷികൾക്കൊപ്പം നിൽക്കുക, എന്നിട്ട് അതിനെ വിഴുങ്ങുക, അതിനെ ഇല്ലാതാക്കുക, അതിന്റെ ലെഗസി അടക്കം ഇല്ലാതാക്കുക, ഈ പദ്ധതി ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നിട്ടാണ് ഈ അനൗദ്യോഗിക സഖ്യത്തിലുള്ളവർ നിങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് മഹാപരാധമായി ചിത്രീകരിക്കുന്നത്. പോട്ടെ, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകണ്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായി എന്നോട് നിരന്തരം ശരി ശിവശങ്കർ പറഞ്ഞു. ഒരു മിനിറ്റ് വേണു ഒരു കാര്യം കൊണ്ട് എനിക്ക് ഇടപെടാൻ സാധിക്കും. ഞാൻ ഉത്തരം പറയേണ്ട പല കാര്യങ്ങളും താങ്കൾ അറിഞ്ഞു. ഇപ്പം താങ്കൾ ഇപ്പോൾ അവസാനം പറഞ്ഞ കാര്യമില്ലേ, ഞങ്ങൾ സഖ്യകക്ഷികളെ വിഴുങ്ങിയത്. അങ്ങനെ അപ്നാദൾ എന്നുള്ള പാർട്ടി ഉണ്ടല്ലോ, 2 MP-മാരായിട്ടുള്ളത്, ഞങ്ങൾ വിഴുങ്ങിയോ? ഇത്തവണ റിപ്പബ്ലിക്കൻ പാർട്ടി ജയിക്കാഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തല്ലോ. അപ്പം അത് കാണില്ല. താങ്കളുടെ രാഷ്ട്രീയം മറ്റതാണെങ്കിൽ, വേറെന്താ ആണെങ്കിൽ, BJP-ക്ക് എതിരാണെങ്കിൽ, ആ രാഷ്ട്രീയത്തിൻ്റെ മുഖം വെച്ചുകൊണ്ട് BJP എതിർക്കുമ്പോൾ BJP ചെയ്യാത്തതിൻ്റെ കാര്യത്തിൽ ഒരു ചാനലിലെ അവതാരകനായി ഇരുന്നു കൊണ്ട് ഇത്തരം രാഷ്ട്രീയങ്ങൾ പറയുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. എനിക്ക് താങ്കൾ വേണ്ടത്ര സമയം തന്നാൽ ഞാൻ ബാക്കിയുള്ള ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഈ പറയുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല നടക്കാൻ പോകുന്നത്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളോട് നടക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സവിശേഷ സാഹചര്യം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോഴുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. ഇവിടെ ഇപ്പോൾ ഡോക്ടർ G. ഗോപകുമാർ ആയാലും ശിവശങ്കർ ആയാലും ശശീന്ദ്രനായാലും ഒക്കെ പറയുന്നത് ഇത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ ബാധിക്കില്ല എന്നാണ്. അങ്ങനെ അത്തരമൊരു രാഷ്ട്രീയമായൊരു പ്രത്യേകത വെച്ചുകൊണ്ടൊരു ബോണസ് എന്ന നിലയിൽ ഇതുകൂടെ കിട്ടും പ്രിയങ്ക ഇറങ്ങിയാൽ എന്ന ഒരു ചിന്ത കൂടെ നിങ്ങൾക്കുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ശ്രീ ശിവശങ്കർ പറഞ്ഞു നിർത്തിയത്, ശിവശങ്കർ, ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പോലും നിങ്ങൾ ഇപ്പോഴേ ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ എന്തുമാത്രം ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. അവരുടെ നോമിനേഷൻ എങ്ങനെയായിരിക്കും ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ പറയുന്ന, ഇല്ല 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ താങ്കൾ തരം താഴെഴുതുന്നത്. താങ്കൾക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. വരട്ടെന്നേ, ഇവിടെ ആരും മത്സരിക്കാതിരിക്കാനോ, ആരും നോമിനേഷൻ കൊടുക്കാതിരിക്കാനോ? കൊലക്കേസിൽ പ്രതികൾ ജയിലിൽ കിടന്ന് കൊടുത്തിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും സില്ലിയായി ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു മത്സരത്തിലേക്ക് വരുമ്പോൾ താങ്കൾ പറഞ്ഞപ്പോഴല്ലേ ഞാൻ കേട്ടോണ്ടിരുന്ന ആളല്ലേ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ നോമിനേഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആശങ്ക വേണ്ട. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളൊന്ന് കാണട്ടെ, ഞങ്ങളത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. പിന്നെ താങ്കൾ പറഞ്ഞു, ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞങ്ങൾ ഘടകകക്ഷികളോടൊക്കെ ഞങ്ങൾ നീതി കാണിക്കുന്നില്ലെന്നൊക്കെ താങ്കൾ ഇപ്പോൾ ചോദിക്കുന്നത് എന്താ കാര്യം? ഇപ്പോൾ ഈ 2024 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഘടകകക്ഷികളോട് നിങ്ങൾ നീതി കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിതീഷ് എൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മറ്റേ ആന്ധ്രയിലെ
മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുടെ നേതൃത്വത്തിലുള്ള രണ്ടുപേരുടെയും പിന്നെ നിതീഷിൻ്റെയും നായിഡുവിൻ്റെയും ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ഒരു അലയൻസാണ് ഇപ്പോൾ NDA എന്ന് പറഞ്ഞാൽ നിതീഷ് നായിഡു ഡിപ്പെൻഡൻറ്റ് അലയൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അലയൻസ് ആകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ താങ്കൾ പറഞ്ഞു പോകുന്നത് എന്തൊക്കെയാണ്? താങ്കൾ പറഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് ഇവിടെ വയനാട്ടിൽ വന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ മത്സരിച്ചപ്പോഴും 5 ഇരട്ടി നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് കിട്ടിയതിനേക്കാൾ 5 ഇരട്ടി വോട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോഴും കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ 1,40,000 കിട്ടുമ്പോൾ 6 ലക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള കാര്യം താങ്കൾ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ച് സ്വാഭാവികം നിങ്ങൾക്ക് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ഇവിടെ ആനി രാജയെ പോലെ അതിനേക്കാൾ വലിയ പിന്നെ സ്ഥാനാർത്ഥി CPIക്ക് മത്സരിക്കാനില്ല, പിന്നെ A രാജാനെ വേണം. അപ്പോൾ ആനി രാജയെ പോലെ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും 60% വോട്ട് നേടി വിജയിച്ച ശ്രീ രാഹുൽ ഗാന്ധിയുടെ സീറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് BJPയുടെ അസ്വസ്ഥതയും ഈ ബുദ്ധിമുട്ടുമൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇവിടെ പിന്നെ എന്താ ശ്രീ ശശീന്ദ്രൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് 2019 2024 സാഹചര്യം വ്യത്യാസം. 2019 അവിടെ മത്സരിച്ച് താങ്കൾ ഉൾപ്പെടെ MLA ആയിരിക്കുമ്പോൾ അവിടെ മത്സരിച്ച് ജയിക്കുകയും ആ ജയിച്ചതിന് ശേഷം അദ്ദേഹം ആ മണ്ഡലത്തിൽ പിന്നീട് മത്സരിക്കാൻ വരുമ്പോൾ എന്താ ഇത്ര പ്രശ്നമെന്നേ? എന്താ അതിൻ്റെ പ്രശ്നം? എന്താണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ എന്താ പറയുന്നത്? ഇന്ത്യ എന്ന മുന്നണിക്ക് യോജിച്ചതല്ല കോൺഗ്രസിൻ്റെ നിലപാടെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടോ? കേരളത്തിൽ ഇന്ത്യ മുന്നണിയായിട്ടാണോ മത്സരിച്ചത്? കേരളത്തിൽ ശ്രീ പിന്നെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ എത്ര മ്ലേച്ഛമായിട്ടാണോ അഭിസംബോധന ചെയ്തിരുന്നത് ആ രീതിയിലേക്ക് താങ്കളുടെ നേതാവ് ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ CPMന്റെ നേതാവായിട്ട് നിൽക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ ആക്ഷേപിച്ച് താങ്കൾ മറന്നോ? അപ്പോൾ ആ രീതിയിൽ ഇവിടെ സംസ്ഥാനത്ത് അപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം, കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുത്താലും ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത് നീതികേട്, അദ്ദേഹം പിന്നെ ഉത്തരേന്ത്യയിൽ മത്സരിക്കാത്തത് നീതികേട്, അദ്ദേഹം ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ പോയാൽ അത് നീതികേട്, ഇനി അദ്ദേഹം അവിടെ ആ സീറ്റ് നിലനിർത്തി വയനാട് രാജിവെച്ചാൽ അത് നീതികേട്, അവിടത്തേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്നാൽ അത് നീതികേട്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാൽ അത് നീതികേടായിട്ട് മാത്രമേ നിങ്ങൾക്കിപ്പോൾ തോന്നൂ. അത് നിങ്ങളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. BJPയെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും അത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ എത്തിപ്പെട്ടതിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ച് ജയിച്ചു, ഇപ്പോഴും അതേ സീറ്റിൽ അതേ സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ച് ജയിച്ചു. അദ്ദേഹം 2 സീറ്റിൽ മത്സരിച്ചു, അതിലൊന്ന് ഒഴിയാൻ തീരുമാനിച്ചു, അത് വയനാട് തന്നെയാണ്. അവിടേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്ന AICCയുടെ ജനറൽ സെക്രട്ടറി വരുന്നു. അതിൽ എന്താ പ്രശ്നം? അത് നീതികേടാണെന്ന് പറഞ്ഞാൽ ഇവിടെ LDFും UDFും ചേർന്നാണോ മത്സരിച്ചത്? അല്ലല്ലോ. മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറയുന്നത് എന്താ നീതികേട്? LDFും UDFും 2 മുന്നണിയുടെ ഭാഗമായി മത്സരിക്കും. ദേശീയ തലത്തിൽ അലയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നന്ദി ഞങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നേ. ഞങ്ങൾ രാജസ്ഥാനിൽ ഞങ്ങൾക്ക് 4.25 ലക്ഷം വോട്ടുണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തായി പോയ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾ സെപ്പറേറ്റായി മത്സരിക്കുമ്പോൾ വെറും 31,000 വോട്ട് കിട്ടിയ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. അത് അവിടെ അലയൻസ് ഉണ്ടായിരുന്നു. ഇവിടെ അലയൻസ് ഇല്ലാത്തൊരു സ്റ്റേറ്റിൽ വന്നിട്ട് നീതികേടാണെന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ പരാജയമാണെങ്കിൽ സമ്മതിക്കണം, അല്ലെങ്കിൽ മാന്യമായി മത്സരിക്കുക, വരുന്നത് പോലെ കാണാം എന്ന് കരുതുക. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് നീതികേടിന്റെ ഭാഗം ഇതിനകത്ത് ഇല്ല. അല്ല ജ്യോതി, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രാഹുൽ വന്ന് മത്സരിക്കുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ആ പറയുന്നത്. അതെ, അല്ല അതിനെന്താ പ്രശ്നമേ? അതിനെന്താ പ്രശ്നം? ഇപ്പോൾ 2019 മത്സരിച്ചതല്ലേ, അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിലല്ലേ അദ്ദേഹം എപ്പോഴും മത്സരിച്ചത്. അതിനെന്താ പ്രശ്നം? നോക്കൂ, കർണാടകയിൽ പിന്നെ അല്ല തമിഴ്നാട്ടിൽ DMK ആണ് മുന്നണി നേതൃത്വം കൊടുക്കുന്നത്, കോൺഗ്രസും അതിനകത്തുണ്ട്, അപ്പുറത്ത് CPM ഉണ്ട്. CPM 2 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ DMK മുന്നണി എടുത്തുള്ള മര്യാദ കണ്ടില്ലേ താങ്കൾ? അവിടെ കോയമ്പത്തൂരിൽ പിന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചാൽ ഒരു പക്ഷേ CPMന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ DMK മുന്നണി അവിടെ നിന്ന് ആ സീറ്റ് മാറ്റി വളരെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു സീറ്റ്, വളരെ ഷുവറായിട്ടുള്ളൊരു സീറ്റ് ഈ പറയുന്ന CPMന് കൊടുത്തതിന് ശേഷം ആ സീറ്റിൽ ശക്തമായ മത്സരം നടത്തി BJP നേരിട്ട് വന്നു. അതാണേ. അപ്പോൾ അതൊക്കെയാണ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരസ്പരം സഹായിക്കുമ്പോഴാണ്. ഇവിടെ എന്ത് പരസ്പര സഹായമാണ്? കേരളത്തെ സംബന്ധിച്ച് എന്ത് പരസ്പര സഹായമാണെന്നേ? നിങ്ങളും തമ്മിലാണ് മത്സരം. ഇപ്പോൾ നോക്കൂ, AAP സംബന്ധിച്ച് AAP ഡൽഹിയിൽ ഒന്നിച്ച് മത്സരിച്ചു, കോൺഗ്രസ് ചേർന്ന് മത്സരിച്ചു. അപ്പുറത്ത് പഞ്ചാബിൽ ചെന്നപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് മത്സരിച്ചത്. പശ്ചിമ ബംഗാളിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ പിന്നെ മമതയുടെ പാർട്ടി പ്രത്യേകം മത്സരിച്ചു, ഞങ്ങളും LDF ഒന്നിച്ച് മത്സരിച്ചു. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം മുന്നണികൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ LDFും UDFും വ്യത്യസ്ത മുന്നണികളിൽ നിന്ന് മത്സരിച്ചവരാണ്. അവിടെ കോൺഗ്രസിന്റെ നേതാവ് വന്ന് മത്സരിക്കുന്നതിൽ ഒരു അഭംഗിയുമില്ല. ഇന്നലെയും ഇല്ല അഭംഗി, ഇന്നുമില്ല അഭംഗി, നാളെയും അഭംഗി തന്നെ കാണണം എന്നാണ്. ഇനി ഒറ്റ മിനിറ്റ് അദ്ദേഹം പറഞ്ഞു ഇത് ഒളിച്ചു വെച്ചു എന്നുള്ളതാണ്. അല്ല ഒന്ന് പറഞ്ഞു ഒളിച്ചു വെച്ചു എന്നുള്ളതാണ്. ആ ഒളിച്ചു വെച്ചു എന്ന് പറയുന്നത് അസത്യമല്ലേ? അപ്പോൾ
ഒളിച്ചു വെച്ചു പറയുന്ന എങ്ങനെ പറയാൻ പറ്റുക? അവിടെ ഓരോ സീറ്റിൽ ഞങ്ങളെ സംബന്ധിച്ച് 40ഓ 45ഓ ലിസ്റ്റുകളായിട്ടാണ് കോൺഗ്രസിന്റെ പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ എന്താ പറയുന്നത്, ഈ പറയുന്നത് പോലെ ഉത്തർപ്രദേശിലെ പല സീറ്റുകളെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. മനേകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഞങ്ങൾ വളരെ ബുദ്ധിപരമായി അവിടെ ആലോചിച്ചിട്ടാണ് സീറ്റുകൾ തീരുമാനിച്ചത്. അത് വളരെ ചർച്ച ചെയ്താണ് തീരുമാനിച്ചത്. ലൈബ്രറിയിലും ആര് മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു, ആരൊക്കെ മത്സരിക്കണമെന്നതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടായില്ല. ആ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പോലും BJP അമേത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എത്ര ആക്ഷേപിച്ച സംസാരിച്ചതെന്നും അവിടെ എന്താണ് റിസൾട്ട് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതിനൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ തീരുമാനമെടുത്തതിന്. ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കാത്തത് എന്ത്, ഒളിച്ചോടിയത് എന്തേ എന്ന് ചോദിച്ചിരുന്ന ശശീന്ദ്രന്റെ പാർട്ടിയോടാണ് ഞങ്ങൾ പറയുന്നത്. ഉത്തരേന്ത്യയിൽ പോയി അദ്ദേഹം ജയിച്ചതും തെറ്റായി നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളെ പിന്നെ ഞങ്ങൾ എന്താ പറയേണ്ടത്? അതിനപ്പുറത്തേക്ക് ഒന്നും പറയാം. ശരി, ശ്രീ CK ശശീന്ദ്രൻ. ചാമക്കല പറഞ്ഞ അഭിപ്രായങ്ങളോടൊക്കെ 100% വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. CPM ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ CPMന്റെ 64 MP അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ 64 MP ഉള്ളത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ BJPയെ മാറ്റി നിർത്തുക, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, BJPയെ മാറ്റി നിർത്തുക എന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. അതാർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? ഏതെല്ലാം ഘട്ടത്തിൽ ഇപ്പോൾ രാജസ്ഥാനിൽ ഞങ്ങളൊരു MPയെ ജയിപ്പിച്ചതിൽ കോൺഗ്രസിന് പങ്കുണ്ട്. ആ പങ്കിന് ഞങ്ങൾ നിഷേധിക്കുന്നേയില്ല. തിരിച്ച് കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ വോട്ട് അങ്ങോട്ട് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഏർപ്പാടല്ലേ അത്. നേരത്തെ രാജസ്ഥാനിൽ 2 MLA CPMനുണ്ടായിരുന്നു. ആ 2 MLA അന്ന് BJPക്ക് പിന്നെ ആ 2 MLA BJPയെ പരാജയപ്പെടുത്താൻ രാജ്യസഭയിലേക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല അവിടെ. അതൊക്കെ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളാണ്. കേരളത്തിലെ വിഷയം എന്താണ്? കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. കോൺഗ്രസ് മത്സരിക്കാൻ പാടില്ല എന്ന വാദഗതി ഞങ്ങൾ ഉന്നയിക്കുന്നേയില്ല. LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. പക്ഷേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, 2019 ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അവരത് അംഗീകരിക്കില്ലായിരിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായമല്ലേ പറയുന്നത്. ആ രാഷ്ട്രീയ അഭിപ്രായം ശക്തമായി ഉന്നയിച്ചിട്ടല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വയനാട്ടിൽ പ്രവർത്തനം നടത്തിയത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടല്ലേ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ പൊതുവെ മറ്റ് UDF മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറഞ്ഞല്ലോ, അവിടെ ദേശീയ നേതാവായി ഒക്കെ ഉണ്ടായിട്ട് വോട്ട് കുറഞ്ഞല്ലോ. ഞങ്ങൾ അന്നേ രാഹുൽ ഗാന്ധിയോട് പരസ്യമായി ചോദിച്ചു, ഞങ്ങളുടെ അവിടെ മത്സരിക്കുന്ന ഇപ്പോൾ അദ്ദേഹം MP, അന്ന് അദ്ദേഹം സ്ഥാനാർത്ഥി, അന്ന് MPയും ആണ് സ്ഥാനാർത്ഥിയുമാണ്, സിറ്റിംഗ് MPയും ആണ് സ്ഥാനാർത്ഥിയാണ്. പരസ്യമായിട്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കുന്നുണ്ടോ, അത് ജനങ്ങളോട് പറയണം. അത് മറച്ചു വെച്ചു എന്നാണ് ഞങ്ങൾ പറയുന്നത്. പറയാലോ, അന്ന് സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ മത്സരിക്കുന്നുള്ളൂ എന്ന നില പറയാലോ. അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു നിലപാട് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചു. ആ വിമർശനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പിന്നീട് ശിവശങ്കർ പറയുന്ന പോലെ ഞങ്ങൾ മത്സരിക്കുന്നത് പിന്നെ BJPയെ പരാജയപ്പെടുത്തുക, രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നയമാണ്. അതിനെന്തെങ്കിലും സംശയമുണ്ടോ ശിവശങ്കറിന്? ഒരു സംശയം ഉണ്ടാവണ്ട. അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നത് ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. അത് ജനാധിപത്യപരമായ നിലപാടാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് ആ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അതിൻ്റെയും കൂടി ഫലമായിട്ടാണല്ലോ BJPക്ക് തനിച്ചു ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇപ്രാവശ്യം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ BJPക്ക് തനിച്ചു ഭൂരിപക്ഷം ഉണ്ടായില്ലല്ലോ. അതിന് ഞങ്ങളുടേതായ കുഞ്ഞു പങ്കുണ്ടായിരിക്കാം, ചെറിയ പങ്കായിരിക്കാം. ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ പങ്ക് അതിലുണ്ട്, അക്കാര്യത്തിൽ യാതൊരു നിഷേധവും വിചാരിക്കേണ്ട ഉണ്ട്. വയനാട്ടിൽ ഇപ്പോൾ മത്സരം നടക്കുമ്പോൾ LDFും UDFും തമ്മിലാണ്. ആ LDFും UDFും മത്സരിക്കുന്നത് BJPയുടെ ഞങ്ങൾ മത്സരത്തിൽ മാറിയെന്ന് വിചാരിച്ചോ, ഏകപക്ഷീയമായിട്ടുള്ളൊരു മത്സരമായിട്ട് അത് മാറും. ആ മത്സരം മാറുന്നത് BJPക്ക് ഗുണം ചെയ്യും. BJPക്ക് ഗുണം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ചാമക്കലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളതാണ് പറയുന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. LDF UDF തമ്മിലുള്ള മത്സരം ഉണ്ടാവും. മറ്റൊന്ന് EDയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ പിണറായി വിജയനെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ED എന്താണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചതല്ലേ നിങ്ങളെ ED ആക്രമിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. EDക്കെതിരായിട്ട് നമ്മൾ ഒരിക്കൽ സുപ്രീം കോടതിയിൽ ഒരുമിച്ച് പോയതാണ് ഞങ്ങളുടെ പാർട്ടി. പക്ഷേ കേരളത്തിൽ ED വരണമെന്ന് ആഗ്രഹിക്കുന്നു. ബംഗാളിൽ നിങ്ങൾ ഒരുമിച്ചാണ് ഇതേ EDയുടെ ആക്രമണം നേരിട്ടപ്പോൾ തൃണമൂലിനെതിരെ നിൽക്കുകയും EDക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതെ, ഞാൻ പറഞ്ഞ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളപ്പോൾ പറയുന്നത് ഈ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട്. ആ കൂട്ടത്തിലുണ്ടായിരിക്കാം. ഇവിടെ സോണിയാഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വധേര ഒരു കേസിൽ പ്രതിയായിട്ട് കേസുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൻ്റെ മുകളിൽ ഇലക്ട്രോ ബോണ്ടിൽ 170 കോടി രൂപ കൊടുത്തു എന്ന് പരസ്യമായിട്ട് പറയുന്നത് കേട്ടതാണ്. എൻ്റെ ശരി, അതിപ്പോൾ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ഉന്നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചർച്ചയുണ്ട്. ശിവശങ്കർ വലിയ ഇതാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ 170 കോടി രൂപയല്ലേ വാങ്ങി വെച്ചിരിക്കുന്നത്. അത് ശരിയോ, ധാർമ്മികമായിട്ട് ശരിയാണോ? ശിവശങ്കർ അത് പറയണ്ടേ?
പ്രിയപ്പെട്ട ശിവശങ്കറോട് ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ് അങ്ങോട്ട്. അതൊന്നും ശരിയല്ല. ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നോമിനേഷൻ കൊടുക്കാതിരിക്കാനുള്ള കൊടുക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം. പ്രിയങ്ക ഗാന്ധി മത്സരിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം. അത് കേരളത്തിൽ വന്ന് മത്സരിക്കണം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോൾ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ശരി ശരി, അല്ലല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം വരുന്നുണ്ട്. ഞാൻ നടപടിയാണ്. ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ ഈ BJP-യെ നേർക്കുന്നാർ രാഹുൽ ഗാന്ധി MP ആയിട്ടുള്ള മണ്ഡലത്തിൽ 3 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു. തിരുവമ്പൂരും തിരുവമ്പാടിയും മാനന്തവാടിയും. അതൊക്കെ വേറെ, രണ്ടാണ് രാഷ്ട്രീയം. ശരി ശരി, രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ശരി ശരി, അതിലൊരു വ്യത്യാസമുണ്ട്. അതിലേക്ക് സമയമുണ്ടെങ്കിൽ വരികയും ചെയ്യാം. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ BJP-യെ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് വേണ്ടത് ഗാന്ധി കുടുംബം, രാഹുലായാലും പ്രിയങ്കയായാലും. അങ്ങനെയൊക്കെ ഒരു നിലപാട് CPM-നോട് ഇപ്പോഴും അവരത് ആവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് അവരൊരു പുതിയ രാഷ്ട്രീയ സാധ്യതയെ കണ്ടിരിക്കുന്നത് എവിടെയാണ്? ഉത്തരേന്ത്യയല്ലല്ലോ, തെക്കേ ഇന്ത്യയാണ്. അവിടേക്ക് കേന്ദ്രീകരിച്ചാണ് മോദി നിന്നത്. 45 മണിക്കൂർ ധ്യാനം വരെ ഉള്ള ഒരു പരമ്പരയായിട്ടുള്ള ഇടപെടലുകളുടെ അവസാനമായിരുന്നല്ലോ ആ ധ്യാനം. അതിൻ്റെയൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെക്കേ ഇന്ത്യയാണ് ഇപ്പോൾ അവരെ നിലനിർത്തുന്ന ഒരു പുതിയ സാധ്യതാ മേഖലയായി കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയങ്കയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം തെക്കേ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതാണ്. അത് വയനാട്ടിലേക്കും കേരളത്തിലേക്കുമായി ചുരുക്കേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ BJP-ക്ക് ഇനി പഴയ രൂപത്തിൽ ഈ പേടിച്ചോടി തെക്കേ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ മോദിയും നോക്കിയത് തെക്കേ ഇന്ത്യയിലേക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത് ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഭയന്നിട്ടല്ലേ? അങ്ങനെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തല്ലോ. അപ്പോൾ ഇനി ആ പറയുന്ന സൗത്ത് നോർത്ത് ഡിവൈഡ്, അതേ ആ ആർഗ്യുമെന്റ് മാത്രം വെച്ചുകൊണ്ട് BJP-ക്ക് രാഹുലിനെ നേരിട്ടതുപോലെ പ്രിയങ്കയെ നേരിടാൻ കഴിയുമോ? ഒപ്പം തെക്കേ ഇന്ത്യയുടെ മാറിയ സാഹചര്യം എന്ന പശ്ചാത്തലം പുതുതായി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് BJP-യെ നേരിടാതെ രക്ഷപ്പെട്ട് ഈ ഗാന്ധി കുടുംബം ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിലേക്ക് വരികയാണ് എന്ന CPM നിലപാടും വോട്ടർമാർ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ആ രൂപത്തിൽ സ്വീകരിക്കുമോ? ഇല്ല വേണു, അത് രണ്ട് പേര്, കോൺഗ്രസും BJP-യും ദേശീയ പാർട്ടികളാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ചില മേഖലയിൽ പരമ്പരാഗതമായി ചില പാർട്ടികൾ വൻ മുന്നേറ്റം നടത്തുകയും മറ്റ് ചില മേഖലകളിൽ തിരിച്ചും സംഭവിക്കും. ഇപ്പോൾ 77 കോൺഗ്രസ് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ജയിച്ചുള്ളൂ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു സൗത്ത് ഇന്ത്യൻ പാർട്ടി ആകുന്നില്ല. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹാർട്ട്ലാൻഡിലായിരുന്നു BJP-യുടെ വളർച്ച മുഴുവൻ. ആ വളർച്ച അവർ അത് കഴിഞ്ഞ് വടക്ക് കിഴക്കൻ മേഖല, അത് കഴിഞ്ഞ് പശ്ചിമ മേഖല, ഇത്രയും കഴിഞ്ഞതിന് ശേഷം അവർ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയെന്ന് ഇപ്പോൾ കണക്കുകൾ തെളിയിക്കുന്നുണ്ടല്ലോ. 32 സീറ്റുകൾ തന്നെ ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് BJP-ക്ക് മാത്രം കിട്ടി. ഇതിനൊക്കെ പുറമെ അലയൻസിന് വേറെ സീറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ദേശീയ പാർട്ടി ആകാനുള്ള പരിശ്രമം ആ അർത്ഥത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 240 സീറ്റ് കിട്ടിയതിൽ 32 സീറ്റ് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ നിലയ്ക്ക് അതിലെ നാഷണൽ പാർട്ടിയുടെ ഒരു ക്യാരക്ടറാണത് കാണിക്കുന്നത്. ഇതേ നിയമം തന്നെ കോൺഗ്രസിനും ബാധിക്കും. കാരണം കോൺഗ്രസ് നേരത്തെ നോർത്ത് ഇന്ത്യയിൽ ദുർബലമാണെന്ന് സംശയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. അതേസമയം സൗത്ത് ഇന്ത്യയിൽ അടിസ്ഥാനപരമായ ശക്തിയുണ്ട്. കേരളം നല്ല ശക്തിയുള്ള കേന്ദ്രമാണ്. തമിഴ്നാട്ടിൽ ശക്തിയുണ്ട്. കർണാടകയിൽ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെങ്കിലും അവിടെ അസംബ്ലി ഭരിക്കുന്നത് സംസ്ഥാന ഭരണം കോൺഗ്രസിൻ്റേതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ദേശീയ പാർട്ടികളാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾക്ക് വ്യത്യാസങ്ങൾ വരും. പ്രത്യേകിച്ച് അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയവും അവിടെ ഉണ്ടാക്കുന്ന മുന്നണിയുടെ സ്വഭാവവും വെച്ച് പറയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ വേണു ചോദിച്ച ആ ചോദ്യത്തിന് അങ്ങനെ ഇപ്പോൾ രണ്ടുപേർക്കത് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരുടെയും ഈക്വൽ മെഷറിൽ വന്നിരിക്കുകയല്ലേ, രണ്ടുപേരും ഒരുപോലെ വന്നിരിക്കുകയല്ലേ. ഇപ്പോൾ എന്തുകൊണ്ട് പ്രിയങ്ക ഇവിടെ മത്സരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നോർത്ത് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി വിജയിച്ചല്ലോ. അപ്പോൾ അവിടെ വിജയിക്കുമ്പോൾ ആ സീറ്റ് നിലനിർത്താനല്ലേ തീർച്ചയായിട്ടും കോൺഗ്രസ് ആലോചിക്കുകയുള്ളൂ. അതേസമയം ഇവിടെ ഒരു സീറ്റ് ഒഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിർത്തുന്നതിൽ അതിൽ അപകടമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് 2 മേഖലയിൽ നിന്ന് വരുന്നു. ആ നിലയ്ക്ക് കൂടുതൽ ശക്തി ആർജിക്കാം. കേരളത്തിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് സുശക്തമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇത് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? വയനാട് മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയാൻ തീർത്തും ആർക്കും പറ്റില്ല. കാരണം റൈബറയിൽ ജയിക്കണ്ടേ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയുന്ന സാഹചര്യം ഇലക്ഷൻ കഴിഞ്ഞുള്ള സാഹചര്യമാണ്. അതേസമയം ശശീന്ദ്രനൊക്കെ പറയുന്ന ഗോകുമാർ സാർ, ഇത് ആദ്യം തന്നെ പറയാം, 1-ലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന്. അതൊരു രഹസ്യമായി വെച്ചു എന്നാണ് പറയുന്നത്.
അല്ല അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അന്ന് വയനാട് മാത്രമേ നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ UP-യിൽ നിൽക്കുന്നില്ല എന്നുള്ള ഡിക്ലറേഷൻ നടത്തേണ്ടി വരും. മറിച്ച് ഞങ്ങൾ റെയ്ബറയിലും കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം വയനാട് ഉണ്ടാവില്ലേ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലേ? ഇവിടെ നിൽക്കുന്ന ആൾ ഇത് രാജിവെച്ച് പോകും എന്നൊരു പ്രചരണം ഇടതുപക്ഷം പറയില്ലേ? അപ്പോൾ അതും പൊളിറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇപ്പോൾ നിയമം അനുവദിക്കുന്നിടത്തോളം കാലം 2 സീറ്റിൽ മത്സരിക്കാമല്ലോ. അങ്ങനെ മത്സരിക്കുന്ന ഒരുപാട് പാർട്ടികളുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. അപ്പം മുൻകൂട്ടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രചരണ ആയുധമായി കേരള രാഷ്ട്രീയത്തിൽ വരില്ലേ? എന്തായാലും ഇദ്ദേഹം ഇവിടം വിട്ട് റൈബറിയിലേക്ക് പോകും, അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഇദ്ദേഹത്തിന് വോട്ട്? ആ ഒരു ലോജിക്ക് നോക്കണം. ഇലക്ഷൻ പിന്നീടല്ലേ വന്നത് ഉത്തരേന്ത്യയിൽ, അപ്പോഴല്ലേ നോമിനേഷൻ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ മുൻകൂറായിട്ട് ഇല്ല ഞങ്ങൾ അവിടെ നിൽക്കില്ല എന്ന് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് കോൺഗ്രസ് സംബന്ധിച്ചുള്ള ബുദ്ധിപരമായ ഒരു തീരുമാനമാണെന്നാണ് ഞാൻ കാണുന്നത്. ശരി, അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ NTR ഒക്കെ 4-5 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ് അത് 2 എന്നതിലേക്ക് നിയന്ത്രിച്ച് നിജപ്പെടുത്തിയിട്ടുള്ളതും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പോൾ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ജയിക്കാൻ ഗാന്ധി കുടുംബത്തിനോടുള്ളൊരു ആശ്രയത്വം വേണമെന്ന അവസ്ഥയിലേക്ക് KPCC എത്തിയിട്ടുണ്ടോ? അതിൻ്റെ പരോക്ഷമായൊരു തുറന്ന് സമ്മതിക്കലാണോ രാഹുൽ വേണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രിയങ്ക വേണമെന്ന അവസ്ഥ? താങ്കൾ തുടക്കത്തിൽ ചോദിച്ചതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വലതുകാലം വെച്ചാലും അടി, ഇടതുകാലം വെച്ചാലും അടി എന്നുള്ളതാണ് താങ്കളുടെ ശൈലി. നോക്കൂ, ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി 2019 മത്സരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ആ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ മൊത്തത്തിലും എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇപ്പോൾ തുടർച്ചയായി അദ്ദേഹം ആ സീറ്റ് തുടർന്നു. ആ സീറ്റ് തുടർന്നതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇപ്പോൾ അദ്ദേഹം 2 സീറ്റിൽ ജയിച്ചപ്പോൾ അതിലൊന്നും ഒഴിയേണ്ടി വരുന്നു. അങ്ങനെ ഒഴിയുമ്പോൾ അവിടേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരുന്നു. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഫേസായി നിൽക്കുന്ന 2 നേതാക്കന്മാർ, ഒരാൾ വടക്കേ ഇന്ത്യയിലെ ഒരു സീറ്റിനെയും ഒരാൾ തെക്കേ ഇന്ത്യയിലെ ഒരു സീറ്റിനെയും പ്രതിനിധീകരിക്കുന്നു. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ സീറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഘട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിയ, സ്നേഹം നൽകിയ വോട്ടർമാരുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസി നിലനിർത്തുന്നു. അത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയിലൂടെ നിലനിർത്തുന്നു. അങ്ങനെ നെഹ്റു കുടുംബത്തിലെ തന്നെ 2 പേർ വടക്കേ ഇന്ത്യയിലെയും തെക്കേ ഇന്ത്യയിലെയും ഓരോ സീറ്റുകൾ റീറ്റെയിൻ ചെയ്യുന്നതിൽ എന്താണ് രാഷ്ട്രീയമായ അപാകത? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ ബാക്കി പത്രമായി UDF-നെ സംബന്ധിച്ച് തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുന്നണികളെ സംബന്ധിച്ചും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പ്രസൻസ് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ഗുണം ചെയ്തതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇതും ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗോകുമാർ സാർ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടുള്ളത് ഇപ്പോൾ 2 ബൈ ഇലക്ഷൻ എന്തായാലും ഉണ്ടല്ലോ, 2 അസംബ്ലി തെരഞ്ഞെടുപ്പും ഉണ്ട്, അതിനോടൊപ്പം തന്നെയാണ് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അത് അസംബ്ലി ആയതുകൊണ്ട് മാത്രം ട്രെൻഡ് ഉണ്ടാകില്ല എന്ന് പറയുന്നത്. ഇനി അസംബ്ലിയിലെ സർക്കാരിൻ്റെ വിലയിരുത്തലാണെങ്കിൽ ഉറപ്പായും ആ 2 സീറ്റിലേക്ക് ഞങ്ങൾ ഗുണകരമായി കാര്യങ്ങൾ. ശരി, ജ്യോതി, സമയം കഴിയാണ്. വേഗം ഞാൻ ശിവശങ്കറിനോട് ഒരു അവസരം കൊടുക്കണം. ശിവശങ്കർ, വേഗം. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സ്ഥാനം വേണു, ഇതിൽ 2 തെറ്റുകൾ ജ്യോതി പറഞ്ഞത് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നെഹ്റുവിൻ്റെ വോട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ വോട്ട് പെർസെൻറ്റേജ് പറഞ്ഞു. നെഹ്റു 1957 29,000 ചില്ലാൻ വോട്ട്, അതായത് 4.7% വോട്ടിനാണ് വിജയിച്ചത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ 14% വോട്ട്, 1.5 ലക്ഷം വോട്ടിന് വിജയിച്ചിട്ടുണ്ട്. 2, താങ്കൾ പറഞ്ഞത് കുടുംബത്തെ പോലെ പരിപാലിച്ചു വയനാടെന്നാണ്. അദ്ദേഹം പങ്കെടുത്തത് ജില്ലാ വികസന ഏകോപന സമിതിയിൽ 4 പ്രാവശ്യം 20 പ്രാവശ്യം. അപ്പോൾ ഇതെല്ലാം ഞാൻ ജനങ്ങളുടെ കണക്ക് പറയുമ്പോൾ ശരി. ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ കലഹം വേണ്ട. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.